6:30 ആയിട്ടുള്ളൂ. ഞാനപ്പോൾ ഇച്ചിരി ചായ കുടിക്കാനായിട്ട് പോകുമായിരുന്നു. ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ. അപ്പോൾ 2 ബ്രെഡ് എടുത്ത് ഇച്ചിരി കട്ട കുടിക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ തിന്ന് കുഴഞ്ഞു സത്യത്തിൽ. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ആശാനകത്ത് നമുക്കൊന്ന് ബ്രെഡൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇച്ചിരി കരിഞ്ചായ കുടിക്കാം. റോസ്റ്റ് ചെയ്ത് ആ സമയം കൊണ്ട് കടിഞ്ചായ എടുക്കാം. അപ്പോൾ കടിഞ്ചായം എടുക്കാം, ബ്രെഡും റെഡിയാവും. അപ്പോൾ പോയി വേഗം തന്നെ ചായ എടുത്തിട്ട് ഞാൻ കെറ്റിലിൻ്റെ അകത്താണ് വെള്ളം എടുക്കുന്നത്. തേയില ഇതെല്ലാം ഇവിടുത്തെ പൊടിയാണ് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ ഫ്ലേവറും ഇരിപ്പുണ്ട്. പല പല സൈസിലെ ഫ്ലേവറുകളാണ് കേട്ടോ. ഇതൊക്കെ ഓരോ ചൈന അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഗ്രീൻ ടീ പോലെ തന്നെ പല പല ഫ്ലേവറാണ്. ഞാൻ നമ്മുടെ സ്വന്തം തേയില, റെഡ് തേയില, അതാണ് ഞാൻ അതേ എടുക്കത്തുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. ഞാൻ നമ്മുടെ തേയില മതി. എനിക്കിവിടെ നെസ്കഫയുടെ പൊടിയൊക്കെ വാങ്ങിച്ചു തരും, പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്കിതാണ്. അപ്പോൾ കട്ടനെടുത്തിട്ട് പറയാൻ ബാക്കി. അപ്പോൾ വെള്ളം തിളച്ച് ചായയിലോട്ട് ഒഴിക്കുക. കട്ടൻ ചായ. രണ്ട് മിനിറ്റത്തെ പണിയേ ഉള്ളൂ. പാത്രത്തിൽ വെച്ച് നമ്മൾ വീട്ടിലാണെങ്കിൽ സോസ് പാനിനകത്ത് വെച്ച് വെള്ളം വെച്ച് തിളച്ച് എത്ര നേരമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രെഡ് റെഡിയായി. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കുക്ക് ചെയ്തിടാം. റെഡിയായി, ബ്രെഡ് റെഡിയായി. 2 ബ്രെഡ്. ഓക്കെ. അപ്പോൾ ഇനി ഈ ബ്രെഡിൻ്റെ അകത്ത് ചെറിയ പണികൾ നമുക്ക് നടത്താം. ആദ്യം ബ്രെഡിൻ്റെ കൂടെ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ ജാമുണ്ട്, അതും കൂടെ ആകുമ്പോൾ ഓക്കെ ആവും. ബ്രെഡിൻ്റെ അകത്ത് ജാം എടുക്കാം. ഇത്രയും മതി. ഭയങ്കര മധുരമായിപ്പോൾ ഒരുപാടായ. ഇങ്ങനെ ഇതിനകത്ത് ആക്കി എന്നിട്ട് ഇതെടുത്ത് ഇതിലോട്ട് കമത്തുക. ഓക്കെ. അപ്പോൾ ബ്രെഡ് റെഡിയായി. ബിസ്ക്കറ്റ് ഇതാകുമ്പോൾ നല്ല വൈകിട്ടത്തേക്ക് ഒരു ലഘു കടി. ഇവിടെ വാഴക്കാപ്പവും ഉള്ളിവട ഉഴുന്നോടെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അടുത്ത് കടയൊന്നും ഇല്ല, അങ്ങ് പോകണം. അപ്പോൾ നമുക്ക് ലഘു കടിയായിട്ട് ഇതാണ് നല്ലത്.